വന്യമൃഗശല്യം തടയുന്നതിന് ഗവൺമെൻറ് നിരവധി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വീകരിക്കുന്ന നടപടികളെയെല്ലാം അതിജീവിച്ച് കൃഷിസ്ഥലങ്ങളിലേക്ക് കടന്നു കയറാൻ വന്യമൃഗങ്ങൾക്ക് കരുത്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വനത്തിൽ തന്നെ വന്യമൃഗങ്ങളെ നിർത്തുക എന്നതാണ് പ്രധാനം. ഈ കാര്യത്തിൽ ഈ വനപ്രദേശങ്ങളിലുള്ള ഈ കുറ്റിമുളയുണ്ട്, ഇല്ലിമുള, ഇത് വലിയ തോതിൽ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ വരവിനെ തടയാൻ കഴിയും എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ഈ കാര്യങ്ങൾ വനം വകുപ്പ് പരിശോധിച്ച് ആവശ്യമായ പദ്ധതി ഈ കാര്യത്തിൽ പ്രാവർത്തികമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നു. യെസ് മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളെയും കൃഷിക്കാരെയും ഉപദ്രവിക്കുന്ന നടപടി ഒരു തുടർ നാടകമായി കൊണ്ടുപോവുകയല്ല വേണ്ടത്. മറിച്ച് അവർ കാട്ടിൽ നിന്നും പുറത്തേക്ക് വരാതിരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. സർ, അതിന് കാരണമായി പറയുന്നത് ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവും വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവും ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുമാണ് പ്രധാന കാരണങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ വനവൽക്കരണത്തിലേക്ക് നമ്മൾ വീണ്ടും പോകേണ്ടി വരും. അതിന് അധിനിവേശ സസ്യങ്ങൾ മാറ്റി അവിടെ സാധാരണ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കാടിനെ സമ്പന്നമാക്കുക എന്നൊരു പരിപാടിയാണ് നടപ്പിലാക്കാനുള്ളത്. 1. 2. ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിന് കുളങ്ങൾ, തടയണകൾ എന്നിവ നിർമ്മിച്ചുകൊണ്ട് ജലലഭ്യത ഉറപ്പുവരുത്തുക. ഭക്ഷ്യയോഗ്യമായ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്തിക്കൊണ്ട് കൂടുതൽ ആഹാരം അവർക്ക് ലഭ്യമാകുക. ഇത് 1-2 ആഴ്ചകൾ കൊണ്ടോ 1 മാസം കൊണ്ടോ നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. പടിപടിയായി മാത്രമേ അതിന് കാലമുണ്ട്. ഒരു ചെടി വെച്ച് ഒരു മരം വെച്ച് നട്ടുപിടിപ്പിച്ചാൽ അത് വളർന്നു വലുതായി കായ്ഫലം ഉണ്ടാകേണ്ടത്. ആ കാലതാമസം എടുക്കുന്നത് കൊണ്ടുള്ള നടപടികളാണ്, ഒരു താമസമാണ് ഇപ്പോഴുള്ളത് ഈ രീതിയിലുള്ള നടപടി. പക്ഷേ മറ്റൊന്ന്, ഇല്ലിമുളകൾ വെച്ച് പിടിപ്പിക്കണമെന്ന ബഹുമാനപ്പെട്ട മെമ്പറുടെ നിർദ്ദേശം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആനകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളിൽ ഒന്ന് മുളയാണ് എന്നതാണ്. അതും കൂടി പരിശോധിച്ചും ഉറപ്പുവരുത്തുകയും ചെയ്തതിന് ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഖേദപൂർവ്വം അറിയിക്കട്ടെ.